വെറും 5 മിനിറ്റിൽ ഒരു ചെറിയ കഷ്ണം കേബേജ് ഉണ്ടെങ്കിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുക നല്ലൊരു മൊരിഞ്ഞ ചായക്കടിയാണ് കേട്ടോ ഇന്ന് നമ്മൾ ചെയ്യുന്നത്. കാണുമ്പോൾ തന്നെ അറിയാലോ, കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ. ഇത് കഴിക്കാനായിട്ടും നല്ല രുചിയാണ്. കേബേജ് വെച്ചിട്ട് നമ്മൾ തോരനും കറിയൊക്കെ റെഡിയാക്കാറുണ്ട്. പലർക്കും കഴിക്കാൻ മടിയാണല്ലേ. പിന്നെ പച്ചക്കറിൻ്റെ കൂട്ടത്തിൽ വില കുറഞ്ഞൊരു ഐറ്റം എന്ന് പറയുന്നത് കേബേജാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെയൊക്കെ വീടുകൾ കൊണ്ടുവരുന്നത് തന്നെയാണ്. അപ്പോൾ അത് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു അടിപൊളി ക്രിസ്പി ഐറ്റം റെഡിയാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു കേബേജ് എടുത്ത് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് ഒരു ടവൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഉപ്പിയെടുത്തിട്ടുണ്ട്. അതിൻ്റെ പുറത്തുള്ള വെള്ളവും അതുപോലെ ഒരു കറുപ്പ് കുത്ത് ഇങ്ങനെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതുപോലെ നീളത്തിൽ ഒരുപാട് കനം കുറച്ചിട്ടല്ല, ചെറിയൊരു കട്ടിയുള്ള രൂപത്തിൽ തന്നെയാണ് കേട്ടോ. നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ഒരുപാട് അങ്ങനെ തിന്നാക്കണ്ട. നല്ല രുചിയാണ് കേട്ടോ ഈ ഒരു സ്നാക്സ്. അപ്പോൾ കേബേജൊക്കെ ഫ്രിഡ്ജിൽ മൂലക്കൽ എവിടെയെങ്കിലുമൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ നിങ്ങളെടുത്ത് ചെയ്തോളൂ. എവിടെയും ഫ്ലോപ്പ് ആവില്ല, നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടും. ഞാനിത് അവിടെ അരമുറി കേബേജ് എടുത്തിട്ട് ഇതുപോലെ നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഒത്തിരി കട്ടിയിലല്ല, കണ്ടല്ലോ, ഈ ഒരു കട്ടിയിൽ കേട്ടോ. സിമ്പിളാണ് പിന്നെ ഉണ്ടാക്കിയെടുക്കാനും. ഇനിയിപ്പോൾ നല്ല മഴയൊക്കെയാണ്, ഈ ഒരു മഴയത്തൊക്കെ ഒന്നോ രണ്ടോ ഗ്ലാസ് കട്ടൻ ചായ ഇതുപോലെ ഒരു കുഞ്ഞ് പ്ലേറ്റിൽ കിട്ടുകയാണെങ്കിൽ പിന്നെ നമുക്ക് വേറൊന്നും വേണ്ട. മനസ്സും വയറും ഒരുപോലെ നിറക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്ക് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാനിതാ മുഴുവനായിട്ട് ഇതുപോലെ നീളത്തിലൊന്ന് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മളൊന്ന് ഫസ്റ്റ് കഴുകിയതാണ്, എന്നാലും ഒന്നുകൂടി ഒന്ന് കഴുകാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മനസ്സിന് തൃപ്തി ഉണ്ടാവില്ലല്ലേ. അപ്പോൾ കുറച്ച് ഉപ്പുള്ള വെള്ളത്തിലോട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള കേബേജ് ഇതുപോലെ ഒന്ന് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വെച്ച് കൊടുക്കാം. ഒരു 10 മിനിറ്റിന് ശേഷം നമുക്ക് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി സ്ട്രെയിനറിലോട്ട് മാറ്റി കൊടുക്കാം കേട്ടോ. വെള്ളമൊക്കെ നന്നായിട്ട് തോർന്നിട്ടാണ് ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് കാണുമ്പോൾ ഇഷ്ടമാവുക എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്ക് ഒന്ന് തരണേ. നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും നിങ്ങളാരും മറക്കല്ലേ. നല്ല മഴ അങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മളിവിടെയൊക്കെ. മഴ പെയ്താൽ പിന്നെ പറയണ്ട, വിശപ്പിൻ്റെ കാഠിന്യം കുറച്ച് കൂടുതലേ. ചെറുക്ക് നല്ല വിശപ്പായിരിക്കും, എന്തെങ്കിലും ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കേണ്ടി വരും. അപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ എന്താ വെച്ച് ചായക്കടി എന്ന് ചോദിച്ച് മക്കളൊക്കെ വരും. വെക്കേഷൻ ടൈമാണ്. അപ്പോൾ വില കുറഞ്ഞിട്ടുള്ള ഈ പച്ചക്കറി 1-2 വാങ്ങി വെച്ചിട്ട് നമുക്കിത് ഡെയിലി ചെയ്താലും മടുപ്പൊന്നും തോന്നൂല കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ടാണ് ഇത് കഴിക്കാൻ പറ്റും. നീളത്തിലരിഞ്ഞിട്ടുള്ള കേബേജ് അത്യാവശ്യം വലിയൊരു ബൗളിലോട്ട് മാറ്റി കൊടുക്കുകയാണ്. അതോടൊപ്പം ഒരു വലിയുള്ളി ഇതുപോലെ കനം കുറച്ച് അതേ ഒരു കേബേജിൻ്റെ അതേ രൂപത്തിൽ തന്നെയാണ് ഞാൻ അരിഞ്ഞെടുത്തത്. എന്നിട്ട് കൈ വെച്ചിട്ടൊന്ന് ഞെരടുക. ഒപ്പം തന്നെ ഒരു 2 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞതും കുറച്ച് കറിവേപ്പിൻ്റെ ഇല, മല്ലിച്ചപ്പ് രണ്ടും കൂടി മിക്സ് ആക്കിയിട്ടാണ് ഞാനിവിടെ അരിഞ്ഞ് വെച്ചത് കേട്ടോ. ഇനിയിപ്പോൾ മല്ലിച്ചപ്പ് ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, കറിവേപ്പിൻ്റെ ഇല ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുത്താൽ മതി. പിന്നെ ഞാനിവിടെ 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാല. ഇനിയിപ്പോൾ നമ്മുടെ കയ്യിൽ ഗരം മസാല ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ചിക്കൻ മസാലയും ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ 1/2 കപ്പ് കടലമാവിൻ്റെ പൊടിയും 2 ടീസ്പൂൺ അരിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഈ ഒരു കടലമാവിൻ്റെ പകരം നിങ്ങൾക്ക് മൈദാമാവും ചേർക്കാം. പക്ഷേ ടേസ്റ്റ് ഒന്നുകൂടി എനിക്ക് തോന്നുന്നു കടലമാവിൽ ചെയ്യുമ്പോൾ തന്നെയാണ്. അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് നമ്മുടെ പലഹാരത്തിൽ ഒരുപാട് എണ്ണയൊന്നും കുടിക്കില്ല, നല്ല ക്രിസ്പി ആയിട്ട് നിൽക്കും കേട്ടോ. അപ്പോൾ ഇത് മതി കേട്ടോ. നമ്മളിങ്ങനെ കൈ വെച്ചിട്ട് ഇളക്കുമ്പോൾ ഇതിൽ കടലപ്പൊടി ഇല്ല എന്ന് കരുതിയിട്ട് ഇനി കൂടുതൽ ഇട്ട് കൊടുക്കണ്ട. നമ്മൾ കൂടുതലായിട്ട് കാണുന്നത് കേബേജ് തന്നെയാണ് ഈ ഒരു പലഹാരത്തിൽ. ജസ്റ്റ് ഒരു ചെറിയൊരു കോട്ടിങ്ങോട് കൂടിയിട്ട് ഇങ്ങനെ പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കടലപ്പൊടി നമ്മളിതിലോട്ട് ചേർത്തത് കേട്ടോ. അപ്പോൾ നമ്മളിതിലൊക്കെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് ആവശ്യത്തിനനുസരിച്ച് മാത്രം വെള്ളം ചേർക്കുക. അതിന് തന്നെ ഒരുപാട് ഒഴിച്ച് കൊള്ളാക്കണ്ട കേട്ടോ. കുറച്ച് ചേർത്തിട്ട് നന്നായിട്ട് തന്നെ കൈ വെച്ചിട്ട് തന്നെ കുഴച്ചെടുക്കാം. അങ്ങനെ ആകുമ്പോഴാണ് ആ ഒരു മസാലയൊക്കെ എല്ലായിടത്തും ഒരുപോലെ എത്തിക്കിട്ടുന്നത്. നന്നായിട്ടൊന്ന് ആദ്യം ഒന്ന് മിക്സ് ആക്കി കണ്ടിട്ട് എന്നിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. കുറേശ്ശെ ഞാനൊരു പ്രത്യേക കണക്കൊന്നും പറയുന്നില്ല, കാരണം നമ്മൾ എത്ര കേബേജ് എടുക്കുന്നൊന്നും അറിയില്ലല്ലോ. അപ്പോൾ അതൊക്കെ കണ്ടറിഞ്ഞ് കുറേശ്ശെ ഒഴിച്ച് കൊടുത്തിട്ട് മിക്സ് ആക്കിയാൽ മതി കേട്ടോ. മുന്നോട്ട് നിൽക്കുന്നത് കേബേജ് തന്നെയായിരിക്കും എന്ന് കരുതിയിട്ട് ആരും ടെൻഷൻ ആവേണ്ട. ആ ഒരു കടലമാവിൽ അങ്ങ് ചേർന്ന് നിന്നോളും.
മുഴുവൻ ഇതുപോലെ നന്നായിട്ട് തന്നെ കൈ വെച്ചിട്ട് മിക്സ് ആക്കുക. സ്പൂൺ വെച്ചൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ വിചാരിച്ച പോലെ എല്ലായിടത്തേക്കും ഒരുപോലെ ആയി കിട്ടൂല. ഇതുപോലെ കേട്ടോ, കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. ജസ്റ്റ് ഇങ്ങനെ ഒട്ടി പിടിച്ചുകൊണ്ടാണ് കയ്യിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുമ്പോഴേക്കും നമുക്കിഷ്ടമുള്ള ഷേപ്പിലോട്ട് ഇത് മാറ്റിയെടുക്കാം. ഇനിയിപ്പോൾ കട്ട്ലറ്റിൻ്റെ ഷേപ്പാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ, റൗണ്ട് ഷേപ്പിലാക്കിയിട്ട് ചെയ്യാം. പക്ഷെ ഞാൻ എളുപ്പത്തിലെടുക്കുന്നൊരു പണി ഇതാ കയ്യിൽ വെച്ചിട്ട് ഇതാ പതുക്കെ ഒന്ന് പ്രസ് ചെയ്യുക. ഇതാ നേരെ നല്ല തിളച്ച എണ്ണയിലേക്ക് ഇട്ടിട്ട് കോരി എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഇതാ എണ്ണ ചൂടാക്കുന്നുണ്ട്. നാടൻ പലഹാരങ്ങളൊക്കെ വെളിച്ചെണ്ണയിൽ ചെയ്യുമ്പോഴാണ് നല്ല രുചിയല്ലേ. നമ്മുടെ കയ്യിൽ ഏത് ഓയിലാണോ ഉള്ളത് വെച്ചാൽ ഉള്ളതനുസരിച്ച് ചെയ്തോളൂ. എണ്ണ ചൂടായി വരുമ്പോൾ ഇതാ കുറേശ്ശെ എടുത്തിട്ട് കയ്യിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക കേട്ടോ. അല്ലെങ്കിൽ ഇങ്ങനെ പാലും ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കും. കാബേജൊക്കെ ഒന്ന് പ്രസ് ചെയ്തിട്ട് ആ ഒരു കടലമാവിലോട്ടൊന്ന് ചെറുതായിട്ട് ഒട്ടി നിൽക്കട്ടെ. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മളിത് ചെയ്തെടുക്കാനായിട്ട്. കാരണം നല്ല ഹൈ ഫ്ലെയിമിലൊക്കെയാണ് ഈ കാബേജ് കരിയാനും കയ്പ്പ് രസം വരാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട് കേട്ടോ. ഇതുപോലെ ചെയ്തെടുക്കാം. ഉണ്ടല്ലോ, പെട്ടെന്ന് കിട്ടും. ഒരുപാട് സമയം കളയേണ്ട ആവശ്യമൊന്നുമില്ല. ഈസിയാണ് കേട്ടോ ഈ റെസിപ്പി. ഞാൻ പറഞ്ഞ പോലെ ഒരു അരമുറി കാബേജ് ഉണ്ടായി തന്നെ ഒരു കൊട്ട നിറയെ ഉണ്ടാവും. ഇനിയിപ്പം നമ്മുടെയൊക്കെ വീടുകളിൽ അതിനത്ര ആളില്ലെങ്കിൽ ഒരു കുഞ്ഞി കഷ്ണം കാബേജ് എടുത്തിട്ട് നിങ്ങൾ ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയാൽ മാത്രം പോരെ കേട്ടോ, എല്ലാവരും ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണേ. അപ്പോൾ കാബേജ് കഴിക്കാത്തവർക്ക് ഇതുപോലെ നല്ല അടിപൊളി പലഹാരം ഒന്ന് റെഡിയാക്കി നോക്കട്ടോ. അവരൊക്കെ ഇഷ്ടത്തോട് കൂടിയിട്ട് കഴിക്കും. സ്പെഷ്യലി നമ്മുടെ മക്കൾ കേട്ടോ, മക്കൾക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഒത്തിരി ഇഷ്ടമാവും. പക്ഷേ കാബേജ് കൊണ്ട് നമ്മൾ തോരനോ കറിയൊന്നും വെച്ചാൽ അവർ കൂട്ടില്ലല്ലേ. ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണേ. പിന്നെ ഒരുപാട് എണ്ണയൊന്നും കുടിക്കുന്നില്ല. നമ്മൾ അരിപ്പൊടി ചേർത്തുകൊണ്ടും കടലമാവൊക്കെ ഡ്രൈ ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് എണ്ണയിൽ അങ്ങനെ മുക്കിയുള്ള പരിപാടികളൊന്നുമില്ല. കുറച്ച് എണ്ണയിൽ വെച്ചിട്ടാണ് ഈ ഒരു കൊട്ട നിറയുള്ള പലഹാരങ്ങൾ നമ്മൾ ഇന്ന് റെഡിയാക്കിയെടുത്തത്. കാശ്മീരി മുളക് പൊടി ഇട്ടത് കൊണ്ട് തന്നെ നല്ല കളറ് കിട്ടും കേട്ടോ, ഒട്ടും എരിവുണ്ടാവില്ല. അപ്പോൾ മുളക് പൊടിയുടെ കാര്യത്തിലൊക്കെ നിങ്ങൾ തീരുമാനിച്ചോളൂ കേട്ടോ, അളവ് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്തെടുക്കാം. മല്ലിച്ചപ്പ് കയ്യിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്ത് കൊടുക്കണേ. മല്ലിച്ചപ്പ് ഉണ്ടാകുമ്പോൾ നല്ല രസമാണ് ഇത് കഴിക്കാനായിട്ട്. എല്ലാം മുരിഞ്ഞ് വന്നിട്ട് നമ്മൾ ഈ ഒരു സ്റ്റൈനിലോട്ട് അങ്ങനെ കോരി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. തീ നന്നായിട്ട് കൂട്ടി വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് കരിഞ്ഞ് ഒരു കയ്പ്പ് രസം വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ തീ കൂട്ടി വെക്കല്ലേ, മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. ഒത്തിരി സമയമൊന്നും ആവില്ല, പെട്ടെന്ന് തന്നെ ആയി കിട്ടുന്നുണ്ട് കേട്ടോ. ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വറുത്ത് കൊരില്ല കേട്ടോ, അപ്പോൾ കരിയാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാനിതാ അവിടെ മുഴുവനായിട്ട് ഫ്രൈ ചെയ്തിട്ട് കൊട്ടയിലോട്ട് ഇങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട്. ഒരു തുള്ളി ഓയിൽ നമ്മുടെ ഈ ഒരു ഫ്രൈ പിടിച്ചിട്ടില്ല കേട്ടോ. അതിൻ്റെ താഴെയുള്ള പാത്രം നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം എണ്ണയൊക്കെ അതിൽ ഒരുപാട് പിടിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു പാത്രത്തിലോട്ട് അങ്ങനെ ഉറ്റി വീഴൂലേ. ഒരു തുള്ളി കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ കണ്ടല്ലോ, കാണാൻ മൊഞ്ച് പോലെ തന്നെ ഇത് കഴിക്കാനായിട്ടും നല്ല രുചിയാണ്. ഒരൊറ്റ തവണയെങ്കിലും ഇതൊന്ന് ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണം കേട്ടോ. ഇവിടെ മഴ ഇതിൻ്റെ ഈ ഒരു ക്രിസ്പി ആയിട്ടുള്ള സൗണ്ടും കാര്യങ്ങളൊന്നും കിട്ടൂല, ഭയങ്കര മഴയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മുടെ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യാനൊക്കെ ഒത്തിരി സമയം വരികയാണ്. അത് നമ്മൾ കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ ഒന്ന് നീക്കി കൊടുക്കാനും നിങ്ങളാരും മറക്കരുത്. അപ്പോഴേ നമ്മൾ വീഡിയോ ഇടുമ്പോൾ ആ ഒരു കറക്റ്റ് നോട്ടിഫിക്കേഷനൊക്കെ കിട്ടുള്ളൂ. കേബേജ് ഞാൻ പറഞ്ഞ പോലെ എപ്പോഴും നമ്മൾ വീട്ടിലുള്ളൊരു സാധനമാണ്. ഉപ്പേരിയും കറിയൊക്കെ വെച്ച് മടുത്തിരിക്കുമ്പോഴോ അല്ലെങ്കിൽ മക്കളൊന്നും കഴിക്കണില്ലെങ്കിൽ ഈ ഒരു ഐറ്റം ഒന്ന് ചെയ്ത് നോക്കണേ. ഏതായാലും സംഭവം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഒരു തവണ നമ്മൾ ചെയ്താൽ കേബേജ് കൊണ്ടുവരുന്ന സമയത്ത് ഒരു കുഞ്ഞി കഷ്ണമെങ്കിലും എടുത്ത് വെച്ച് ഈ ഒരു ഐറ്റം ഉണ്ടാക്കും. പിന്നെ ഇതിൻ്റെ കൂടെ ടൊമാറ്റോ സോസോ അതിൽ തന്നെ നമ്മുടെ മയോണൈസൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയായി കേട്ടോ. ഇനിയിപ്പോൾ അതൊന്നുമില്ലെങ്കിൽ ചെറിയൊരു ചട്നിയൊക്കെ ഉണ്ടെങ്കിൽ അതായാലും മതിയാവും. പുറമേ നല്ല ക്രിസ്പിയാണ്, ഉൾഭാഗത്ത് നമ്മുടെ ഈ ഒരു കേബേജൊക്കെ വെന്തിട്ട് ഇങ്ങനെ സോഫ്റ്റാണ് കേട്ടോ. അങ്ങനെയാണ് നമുക്ക് ഈ ഒരു പലഹാരം കിട്ടുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നാണ് കരുതുന്നത്. ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മളെ വീഡിയോക്ക് എല്ലാവരും ഒരു ലൈക്ക് കൊടുക്കുക.
എല്ലാവരിലേക്കും ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. ഇൻഷാ അല്ലാഹ് നാളെ വരാം. എല്ലാവരോടും അസ്സലാമു അലൈക്കും.